ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മളെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ 6th സെമസ്റ്ററിലെ പവർ സിസ്റ്റം അനാലിസിസ് ആ സബ്ജക്റ്റിൽ 5th മൊഡ്യൂളായ എക്കണോമിക് ഓപ്പറേഷൻ ഓഫ് പവർ സിസ്റ്റം അതിലൊരു പ്രോബ്ലമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഈ പ്രോബ്ലത്തിനെ പറ്റി ഡൗട്ട് ചോദിച്ചു. അപ്പം അത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇത് കാണുന്ന എല്ലാവർക്കും യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ 2-bus system is shown in figure. ഇതാണ് ഫിഗർ. 2-bus 1, 2 തന്നിട്ടുണ്ട്. If a load of 125 megawatt is transmitted from plant 1 to the load, a loss of 15.625 megawatt is incurred. അപ്പം if a load of 125 megawatt is transmitted from plant A, അത് നമുക്ക് എന്തെടുക്കാം? പ്ലാന്റ് എ ഇതാണ്, പ്ലാന്റ് 1 ഇതാണ്, പ്ലാന്റ് 2 ഇതാണ്. അപ്പം പ്ലാന്റ് 1ൻ്റെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലോഡ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 125 മെഗാവാട്ട്. അതുപോലെ തന്നെ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോസ് എന്താണ്? 15.625 മെഗാവാട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് PL എന്നെടുത്തു 15.625 മെഗാവാട്ട്. Determine the generation schedule and the load demand of the cost of received power. Load demand if the cost of received power is ₹24 per megawatt hour. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ജനറേഷൻ ഷെഡ്യൂളും ലോഡ് ഡിമാൻഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കോസ്റ്റ് ഓഫ് റിസീവ്ഡ് പവർ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? അതിനാണ് ലാംഡ എന്ന് പറയുന്നത്, ₹24 per megawatt hour. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ 2 മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കോർഡിനേഷൻ ഇക്വേഷൻ, 2 പെനാൽറ്റി ഫാക്ടർ മെത്തേഡ്. പിന്നെ ഒരു കാര്യം തന്നിട്ടുണ്ട്, ദ ഇൻക്രിമെൻ്റൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ആർ. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് പ്ലാന്റിന് dF1/dP1 0.025 P1 + 15. സെക്കൻഡ് പ്ലാന്റിന് dF2/dP2 = 0.05 P2 + 20. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൽ നമ്മുടെ ലോഡ് എവിടെയാണ് വന്നിരിക്കുന്നത്? സെക്കൻഡ് ബസ് ബാറിലാണ്, അതായത് നിയർ ടു ദ സെക്കൻഡ് പവർ പ്ലാന്റ്. സെക്കൻഡ് പ്ലാന്റിൻ്റെ അടുത്തുള്ള സെക്കൻഡ് ബസ്സിലാണ് നമ്മുടെ ലോഡ് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തറിയാം? ഇവിടെ ലൈൻ ലോസ് ഒന്നും, ലൈൻ കാരണം ഇവിടെ ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതേസമയം P1 പ്ലാന്റിൽ നിന്നാണ് ഇങ്ങോട്ട് ലോഡ് വരുമ്പം ഇവിടെ എന്തുണ്ട്? ലൈനിൽ ലോസ് ഉണ്ടാകുന്നുണ്ട്. So since the load is at bus 2 alone, therefore the losses in the line will not be affected by the generator of plant 2. Plant 2 കാരണം അവിടെ ലൈനിൽ ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം ലോഡ് രണ്ടാമത്തെ പ്ലാന്റിൻ്റെ ജനറേറ്ററിൻ്റെ അടുത്തായിട്ടുള്ള ബസ്സിൽ, അതായത് സെക്കൻഡ് ബസ്സിലാണ് ലോഡ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വേറെ ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. അടുത്ത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നമുക്കറിയാം PL പവർ ലോസ് അല്ലേ. PL = നമ്മൾ പഠിച്ച ഫോർമുല വെച്ചിട്ട് എന്താണ്? ലോസ് പവർ ഇക്വേഷൻ അവിടെ വെച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പം എന്താണ്? P1 B11 P1 P + P2 B22 P2 + P1 B12 P2 + P2 B21 P1. ഇതിൽ നമുക്കറിയാം B11 B22 B12 B21 ഒക്കെ എന്താണ്? ബീറ്റ കോഎഫിഷ്യൻസ് ആണ്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞു സെക്കൻഡ് പ്ലാന്റ് കാരണം ലൈനിൽ ലോസുകളൊന്നും ഉണ്ടാകുന്നില്ല. PL എന്തിനാണ് കാണിക്കുന്നത്? ലോസ് പവറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് പ്ലാന്റ് കാരണം ലൈനിൽ ലോസ് ഉണ്ടാകുന്നില്ലെങ്കിൽ ആ 2 വരുന്ന P2 B21 ഇതിലൊക്കെ ഈ ബീറ്റ കോഎഫിഷ്യൻസ് എന്താണ്? 2 ആയിട്ട് സെക്കൻഡ് പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബീറ്റ കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിട്ട് വരും. B12 B21 ഈക്വൽ ആണ്, അതെന്താണ്? 0 ആണ്. B22 0 ആണ്. അപ്പോൾ നമ്മുടെ ഈക്വേഷൻ എന്തായിട്ട് മാറും? PL = B11 P1². PL നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15.625 മെഗാവാട്ട്. B11 ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. P1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലോഡ് ഓഫ് 125 മെഗാവാട്ട് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പ്ലാന്റ് 1. സോ P1 125 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P11 എന്ത് കിട്ടും? B11 0.001 എന്ന് കിട്ടി. ഇനി നമ്മുടെ കോർഡിനേഷൻ ഇക്വേഷൻ നമുക്കറിയാം, dFi/dPi +
ലാംഡ ഇൻറ്റു ഡി പി എൽ ബൈ ഡി പി ഐ ഈസ് ഈക്വൽ ടു ലാംഡ. അപ്പോൾ ലാംഡ നമ്മുടെ കയ്യിലുണ്ട് 24. ഡി എഫ് ഐ ബൈ ഡി പി ഐ, നമ്മൾ ആദ്യം ഫസ്റ്റ് പ്ലാന്റിൻ്റെ കാര്യം നോക്കാം. ഫസ്റ്റ് പ്ലാന്റിന് നോക്കുമ്പം നമുക്ക് എന്തായാലും ഡി എഫ് 1 ബൈ ഡി പി 1 ആവും. അപ്പോൾ നമുക്ക് എന്ത് വേണം ഇനി? അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഡി എഫ് 1 ബൈ ഡി പി 1 ഓൾറെഡി ഉണ്ട്. ഇനി എന്താണ്? ലാംഡ ഉണ്ട് 24. ഡി പി എൽ ബൈ ഡി പി 1, ഡി പി എൽ ബൈ ഡി പി 1 എന്താണ്? പി എൽ നമ്മുടെ കയ്യിലുണ്ടല്ലേ. പി എല്ലിൻ്റെ ഇക്വേഷൻ പി എൽ ഈസ് ഈക്വൽ ടു B11 P1². B11 നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചു? 0.001. അപ്പോൾ പി എൽ എങ്ങനെ കണ്ടുപിടിക്കാം? പി എൽ ഈസ് ഈക്വൽ ടു 0.001 P1² അല്ലേ. അപ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്ന് പി എൽ ഈസ് ഈക്വൽ ടു 0.001 P1². അങ്ങനെയാണെങ്കിൽ ഇതിന് ഡി പി എൽ ബൈ ഡി പി 1 എന്താണ്? 0.001 ഇൻറ്റു P1ൻ്റെ ഡെറിവേറ്റീവ്, P1² ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 ഇൻറ്റു P1. അപ്പോൾ എന്ത് കിട്ടി? 0.002 P1 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് നോക്കാം. ഈ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്താ? ഡി എഫ് ഐ ബൈ ഡി പി ഐ പ്ലസ് ലാംഡ ഇൻറ്റു ഡി പി എൽ ബൈ ഡി പി ഐ ഈസ് ഈക്വൽ ടു ലാംഡ. അതായത് ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്ലാന്റിൻ്റെ നോക്കുമ്പോൾ ഡി എഫ് 1 ബൈ ഡി പി 1 പ്ലസ് ലാംഡ ഇൻറ്റു ഡി പി എൽ ബൈ ഡി പി 1 ഈസ് ഈക്വൽ ടു ലാംഡ. ഡി എഫ് 1 ബൈ ഡി പി 1 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.025 P1 പ്ലസ് 15. അതുകൊണ്ടാണ് നമ്മൾ അതിന് പകരം എന്ത് കൊടുത്തത്? 0.025 P1 പ്ലസ് 15 പ്ലസ് ലാംഡ ഇൻറ്റു ഡി പി എൽ ബൈ ഡി പി 1. ഡി പി എൽ ബൈ ഡി പി 1 എന്താണെന്ന് കണ്ടുപിടിച്ചു? 0.002 P1 എന്ന് കണ്ടുപിടിച്ചു. സോ നമ്മളതിവിടെ കൊടുക്കണം. ലാംഡ ഇൻറ്റു 0.002 P1 ഈക്വൽ ടു ലാംഡ. ലാംഡയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട് 24. ആ വാല്യൂസ് എല്ലാം കൊടുത്ത് നമ്മൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നു? P1 കണ്ടുപിടിക്കുന്നു. അത് 123.28 മെഗാവാട്ട്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോൾവ് ദ പ്രോബ്ലം, അതല്ല, ഡിറ്റർമിൻ ദ ജനറേഷൻ ഷെഡ്യൂൾ. അത് കഴിഞ്ഞ് ജനറേഷൻ ഷെഡ്യൂൾ കണ്ടുപിടിക്കാൻ ലോഡ് ഡിമാൻഡ്. ജനറേഷൻ ഷെഡ്യൂൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. P1 കിട്ടി. ഇനി എന്ത് വേണം? P2 കണ്ടുപിടിക്കണം. P2 സെയിം തന്നെയാണ്. ഡി എഫ് 1 ബൈ ഡി പി 1 എന്ന് പറഞ്ഞ് ചെയ്തതുപോലെ ഡി എഫ് 2 ബൈ ഡി പി 2 പ്ലസ് ലാംഡ ഇൻറ്റു ഡി പി എൽ ബൈ ഡി പി 2 ഈക്വൽ ടു ലാംഡ. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബസ് അതിനടുത്തായിട്ടാണ് ഇരിക്കുന്നത്. സെക്കൻഡ് ബസ്സിലാണ് ലോഡ് കണക്ട്. സോ അവിടെ ലോസ് ഇല്ല, ലൈനിൽ ലോസ് ഇല്ല. പി എൽ ഈക്വൽ ടു 0. സോ ഈ ലാംഡ ഇൻറ്റു ഡി പി എൽ ബൈ ഡി പി 2 എന്ന് പറഞ്ഞാൽ ഈ ടേം 0 ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡി എഫ് 2 ബൈ ഡി പി 2 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ളതാണ്. എന്താണ്? 0.05 P2 പ്ലസ് 20. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിവിടെ കൊടുത്തിട്ട് ഈക്വൽ ടു എന്താണ്? ലാംഡ. ഈ ടേം പോയി. അപ്പോൾ ഈക്വൽ ടു ലാംഡ 24. അതിൽ നമുക്ക് എന്ത് കിട്ടും? P2 കിട്ടും. അപ്പോൾ P1ഉം P2ഉം കിട്ടി. ഇനി നമുക്ക് എന്താണ്? ലോസ് ആയ പി എൽ കണ്ടുപിടിക്കണമല്ലോ. പി എൽ ഈക്വൽ ടു നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഫോർമുലയാണ് പി എൽ ഈക്വൽ ടു B11 P1². അപ്പോൾ ഇപ്പോൾ നമുക്കിനി P1 കണ്ടുപിടിക്കണം. B11 ഓൾറെഡി കണ്ടുപിടിച്ചു 0.001. അപ്പോൾ എന്ത് ചെയ്യാം? P1ഉം ഉണ്ട്. P1 നമുക്ക് ക്വസ്റ്റ്യനിലല്ല, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ. നമ്മൾ P1 ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? പി എൽ അതിലൊന്ന് കിട്ടും. 0.001 ഇൻറ്റു 123.28 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 15.19 മെഗാവാട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അടുത്ത് ലോഡ് ഡിമാൻഡ് കണ്ടുപിടിക്കുക അല്ലേ. ലോഡ് ഡിമാൻഡാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. ലോഡ് ഡിമാൻഡ് എങ്ങനെയാണ്? പി ഡി. അതെങ്ങനെ കണ്ടുപിടിക്കും? ഓൾറെഡി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന 2 പവറിൽ നിന്ന് ലോസ് ആയത് കുറച്ചാൽ മതി. അതായത് 123.28 പ്ലസ് 80 മൈനസ് ലോസ് ആയ 15.19. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 188.1 മെഗാവാട്ട്. അടുത്ത് ഇപ്പം നമ്മൾ കോർഡിനേഷൻ ഇക്വേഷൻ വെച്ചിട്ടുള്ള മെത്തേഡിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സെക്കൻഡ് മെത്തേഡ് പെനാൽറ്റി ഫാക്ടറിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെനാൽറ്റി ഫാക്ടറിൽ അങ്ങനെ കണ്ടുപിടിക്കും. പെനാൽറ്റി ഫാക്ടർ നമ്മൾ LI എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം പെനാൽറ്റി ഫാക്ടർ ഓഫ് പ്ലാന്റ് 1 നമുക്ക് ജനറലി നമുക്ക് ഇക്വേഷൻ പറയുകയാണെങ്കിൽ ലാംഡ ഈക്വൽ ടു ഡി എഫ് എൻ ബൈ ഡി പി എൻ ഇൻറ്റു 1/1 മൈനസ് ഡി പി എൽ ബൈ ഡി പി എൻ. ഇതിൽ ഈ 1/, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷനാണ്. 1/1 മൈനസ് ഡി പി എൽ ബൈ ഡി പി എൻ എന്ന് പറയുന്നതാണ് LI എന്നെടുക്കുന്നത്, അല്ലെങ്കിൽ LN. ഇവിടെ ഞാൻ N സഫിക്സ് എടുത്തുകൊണ്ട് LN എന്ന് പറയും. I ആണ് സഫിക്സ് എടുക്കുന്നത്, LI എന്നെടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ടേമാണ് ഇല്ലേ, ഇതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഈ പെനാൽറ്റി ഫാക്ടർ വെച്ചിട്ട്
നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ലോഡ് ഡിമാൻഡും എന്താണ് പവർ ജനറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആ എൽ ഐയുടെ ഫോർമുല എടുക്കുക. 1/1 - dPL/dPi. അതിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വെച്ച് വരികയാണെങ്കിൽ 1/1 - dPL/dPi. dPL/dP1 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. dPL/dP1 ഫസ്റ്റ് പ്ലാന്റിൻ്റെ ആണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. ഫസ്റ്റ് പ്ലാന്റിനാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ dPL/dP1 അപ്പോൾ എന്ത് കിട്ടി? 0.002 P1. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് ഓക്കെ, അത് എത്രയായിട്ടുണ്ട് അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ നോക്കുക. ഇത്രയും ടൈമിൽ നമുക്ക് LI എന്ന് പറയാം. അപ്പം dF1/dP1 × LI = λ. അതാണ് dF1/dP1 × LI = λ. LI ഇവിടെ കൊടുത്തിട്ടുണ്ട്. dF1/dP1 ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ളതാണ്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. dF1/dP1 അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതും കൂടെ കൊടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യുക 24-ന്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? P1-ൻ്റെ ആൻസർ കിട്ടും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. പ്ലാന്റ് 2-ൻ്റെ കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ PL എന്താണ്? 0 ആണ്. കാരണം അവിടെ ബസ് സെക്കൻഡ് ബസ്സിലാണ്, അതായത് രണ്ടാമത്തെ ബസ്സിലാണ് ലോഡ് കണക്റ്റിരിക്കുന്നത്. സോ അവിടെ ആ പ്ലാന്റ് കാരണം അവിടുത്തെ ലൈനിൽ ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. സോ അവിടുത്തെ PL എന്താണ്? 0 ആണ്. അതുകൊണ്ട് dPL/dP2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോഴേക്കും നമ്മൾ ഈക്വേഷൻ വരുമ്പോഴേക്കും എന്താണ് നമുക്ക് ഡയറക്റ്റ്ലി ഈ ടേമിൽ ഇത്രയും 0 ആയിപ്പോവും. യൂണിറ്റിയാണ്, LI എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. സോ നമുക്ക് dF1/dP1 × LI = λ എന്ന് ഇവിടെ ചെയ്തെടുത്ത് നമ്മുടെ പവർ പ്ലാന്റ് 2 വരുമ്പോഴേക്കും നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് കാരണം ഈ ടേം 0 ആകുമ്പോൾ ഇത് യൂണിറ്റി ആവും. സോ dF2/dP2 = λ എന്ന് എഴുതി ചെയ്യണം. dF2/dP2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.05 P2 + 20 = എന്തെന്നെടുക്കണം? λ എന്നെടുക്കണം. അങ്ങനെയാണ് നമ്മളിത് എഴുതുന്നത്. λ 24 = 0.05 P2 + 20. അതിൽ നിന്ന് P2 കിട്ടും. അപ്പം P2-ഉം അതുപോലെ തന്നെ ഈ P1 നമുക്ക് പ്രീവിയസ് ആൻസർ മറ്റേ മെത്തേഡ് വെച്ച് ചെയ്ത അതേ ആൻസർ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അടുത്ത് ട്രാൻസ്മിഷൻ ലോസ് സെയിം ഫോർമുല, ലോഡ് ഡിമാൻഡ് സെയിം ഫോർമുല, നമുക്ക് സെയിം ആൻസേഴ്സ് കിട്ടും. രണ്ട് മെത്തേഡ് ചെയ്താലും നമുക്ക് ഒരേ ആൻസേഴ്സ് തന്നെ കിട്ടും. അപ്പം അങ്ങനെയാണ് രണ്ട് മെത്തേഡിൽ ഇത് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.